ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച 2 കേസുകളിലും ശങ്കരദാസിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എസ് വിനേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു അറസ്റ്റാണ്. കോടതി തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. അതിനുശേഷം അസുഖബാധിതനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അറസ്റ്റിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ശങ്കരദാസിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമോ? എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. തീർച്ചയായും രേണുക, കൊല്ലം വിജിലൻസ് കോടതിയാണ് KP ശങ്കരദാസിന് ജാമ്യം അനുവദിച്ചത്. ശങ്കരദാസിന് കൂടി ജാമ്യം ലഭ്യമായതോടെ കേസിൽ മുഴുവൻ പ്രതികളും ജയിൽ മോചിതരായി എന്നുള്ളതാണ്. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായത്. ദേവസ്വം ബോർഡ് ചെയർമാനെ പത്മകുമാർ ചെയർമാനായിരുന്ന സമയത്താണ് ശങ്കരദാസ് ബോർഡംഗമായിരുന്നു. അപ്പോൾ ഈ കേസിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് SIT കണ്ടെത്തിയത്. കേസിൽ 11ാം പ്രതിയാണ് KP ശങ്കരദാസ്. ജനുവരി 14-നാണ് പ്രത്യേക അന്വേഷണ സംഘം ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നതും. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും ശങ്കരദാസ് പ്രതിയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13 പ്രതികളാണ് നിലവിലുള്ളത്. അതിൽ 12ാമത്തെ പ്രതിയാണ് ഈ ശങ്കരദാസ്. അറസ്റ്റ് ചെയ്തവരിൽ 9 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് റിമാൻഡ് കാലയളവിൽ തന്നെ തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യവും ലഭിച്ചിരുന്നു. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായതിനാലാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. നിലവിൽ റിമാൻഡിൽ ഉണ്ടായിരുന്ന ഏക പ്രതിയായിരുന്നു KP ശങ്കരദാസ്. ശങ്കരദാസ് കൂടി ജയിൽ മോചിതനാകുന്നതോടെ ഈ കേസിലെ മുഴുവൻ പ്രതികളും ജയിലിൽ നിന്നും പുറത്തിറങ്ങി എന്നുള്ളതാണ് രേണുക പറയാനുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെയുള്ള ലഭിക്കുന്ന വിവരം എന്താണ്? അപ്പോൾ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, നിലവിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതിയിൽ SIT ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ചികിത്സയെല്ലാം ലഭ്യമായിരുന്നതും. എന്തായാലും ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചികിത്സ തുടരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. പക്ഷെ ആരോഗ്യസ്ഥിതി അസുഖം ഗുരുതരമല്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചതും. ഈ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി തന്നെ സുപ്രീം കോടതിയിലടക്കം ജാമ്യത്തിന് ശ്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മേൽക്കോടതിയിൽ നിന്നും കീഴ്ക്കോടതിയിൽ നിന്നെല്ലാം തന്നെ ശങ്കരദാസിന് ജാമ്യം